3-ാമത്തെ വാക്യത്തിൽ, പിന്നെ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിലൊഴിച്ച്, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. നോക്കുക, തൻ്റെ യജമാനൻ ബാക്കി വെച്ച ശുശ്രൂഷ പൂർത്തീകരിക്കുന്ന വ്യക്തിയായിരുന്നു ആര്? എലീശ. നമ്മളാണെങ്കിൽ പറയും അത് അങ്ങേരോട് ദൈവം പറഞ്ഞതല്ലേ, അത് അങ്ങേര് ചെയ്തില്ലെങ്കിൽ അത് അങ്ങേരുടെ കുഴപ്പം. ഞാൻ പറയാം, എൻ്റെ പ്രിയമുള്ളവരെ, ആര് ചെയ്യുന്നു എന്നുള്ളതല്ല, അത് ദൈവത്തിന് ചെയ്യാനുള്ളതാണെന്നുള്ളതാണ് പ്രധാനം. ദൈവം അത് ആരോട് പറഞ്ഞു എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ ശുശ്രൂഷ അത് പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആര് തന്നെ ചെയ്യും. ഞാൻ ചെയ്യും. കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യം, ഒരുപക്ഷെ എൻ്റെ യജമാനന് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന കാര്യം, അത് ഞാൻ നിർവഹിക്കും. അതൊരു വലിയൊരു ഡിസിപ്ലിനാണ്. ഇറ്റ്സ് എ ബിഗ് ഡിസിപ്ലിൻ. അത് വലിയ കാര്യം. അവൻ്റെ മനസ്സിൽ അവൻ്റെ സിംഹാസനമില്ല. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കെല്ലാം ഉള്ള പ്രശ്നം, എൻ്റെ സംഘടനയുടെ സാമ്രാജ്യം പണിയാനാണ് ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നത്, അല്ല ദൈവരാജ്യം പണിയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന്. പക്ഷെ ഇവിടെ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ സാമ്രാജ്യം പണിയോ നമ്മുടെ സിംഹാസനം ഉണ്ടാക്കുകയല്ല. നമ്മളെപ്പോഴും ആത്യന്തികമായി എന്ത് പണിയാനാണ് ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്? ദൈവരാജ്യം പണിയാൻ വേണ്ടിയാണ്. ദൈവരാജ്യം. അതിനകത്ത് IPCയും ഇല്ല, അതിനകത്ത് ഷാരോനുമില്ല, അതിനകത്ത് ചർച്ച് ഓഫ് ഗോഡും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ദൈവരാജ്യം. ദൈവരാജ്യം മാത്രമായിരിക്കണം എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ സംഘടനയായിരിക്കരുത് എൻ്റെ മനസ്സിലുള്ളത്. സൗകര്യത്തിന് വേണ്ടി സംഘടനകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കിക്കോ, അതൊന്നും നല്ലതല്ലെങ്കിലും എനിക്കതിനകത്ത് വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ഉയർന്നു നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. കർത്താവിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ എലീശ മരിച്ചു. എലീശായും മരിക്കും. ഇത്രയും കാര്യങ്ങൾ വിശുദ്ധനായി ജീവിച്ച എലീശായും എന്ത് ചെയ്തു? മരിച്ചു. എലീശായും മരിക്കും. എന്നാൽ മരണത്തിന് ശേഷം അതിൻ്റെ 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വേഴ്സ് 21, എന്നാൽ എലീശ മരിച്ചു, വേഴ്സ് 20, അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലീശാവിൻ്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണു. ഏലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച കാലം എഴുന്നേറ്റു. യു സി, മരിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ ഇൻഫ്ലുവൻസ് മാറുന്നില്ല. മരിച്ചു കഴിഞ്ഞാലാണ് ഇൻഫ്ലുവൻസ് മാറരുതാത്തത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യം, പക്ഷെ മരിച്ചാലും മാറാത്ത ഒരു കാര്യമാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, വല്ലതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലെ, വല്ലതും കർത്താവിന് വേണ്ടി വല്ലതൊക്കെ പ്രവർത്തിക്കണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹം. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് നീഡഡ്. വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലെ പ്രവർത്തിക്കണം. പക്ഷെ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, പ്രവർത്തനത്തെക്കാൾ വലിയൊരു കാര്യമുണ്ട്, നിനക്കറിയാമോ അത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, പ്രവർത്തിക്കുന്നതിനേക്കാൾ വലിയ എന്ത് കാര്യം? കർത്താവ് പറഞ്ഞു, അതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിന്റെ കപ്പാസിറ്റിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതല്ല. നീ മരിച്ചാലും കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം കൂടുതൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഡേവിഡ് ലിവിങ്സ്റ്റൺ താമസിച്ച സ്ഥലങ്ങളിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ആ പല സ്ഥലങ്ങളും ഞാൻ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ആഫ്രിക്കയിൽ. ഡേവിഡ് ലിവിങ്സ്റ്റൺ ജീവിച്ചിരുന്ന കാലയളവിൽ അദ്ദേഹത്തിന് അധികം ആളുകളെ ഒന്നും കർത്താവിന് വേണ്ടി നേടാനൊന്നും പറ്റിയില്ല. ആകെ ഒരുത്തം വന്നെങ്കിലും പാർട്ടിക്ക് തിരുവത്താഴം ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരു അറിയപ്പെടുന്ന സുവിശേഷകനോ ഡേവിഡ് ലിവിങ്സ്റ്റൺ മുഖേന അനേക സഭകൾ സ്ഥാപിതമാവുകയോ ഒന്നും ചെയ്തിട്ടില്ല ആഫ്രിക്കയിൽ. അത് ഞാൻ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിച്ചു. വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ശവശരീരം അടക്കി. ആ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ശവക്കല്ലറ കാണാൻ പോയ പല ആളുകൾ അവിടെ ഇരുന്നുകൊണ്ട് ആഫ്രിക്കയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഡേവിഡ് ലിവിങ്സ്റ്റനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടവരായി ആഫ്രിക്കയിൽ ചെന്നവർ 10,000-കണക്കിന് ആളുകളെ കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് അധികം ആളുകളെ, ആത്മാക്കളെ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഡേവിഡ് ലിവിങ്സ്റ്റന്റെ മരണശേഷം 10,000 കർത്താവിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള, അല്ലെങ്കിൽ ശുശ്രൂഷകരെ അയക്കേണ്ടതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്കവണ്ണം ആർക്ക് പറ്റി? ഡേവിഡ് ലിവിങ്സ്റ്റന് പറ്റി. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കണം. പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിനും അപ്പുറത്താണ് നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പ്രവർത്തനം കൊണ്ടല്ല, നമ്മുടെ ലൈഫ് കൊണ്ടാണ്, നമ്മുടെ ജീവിതം കൊണ്ടാണ്.
എങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നു. ഒരാളുടെ പ്രവർത്തനം കൊണ്ട് ആരും ഇൻഫ്ലുവൻസ്ഡ് ആകത്തില്ല. ഒരാളുടെ വ്യക്തിയുടെ ജീവിതമാണ്. എനിക്ക് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ ലൈഫ് കൊണ്ട് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ വിശുദ്ധി കൊണ്ട് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എലീശായുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതായ അവൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. ഈ കാലയളവിൽ നമ്മൾ അസാമാന്യമായ നിലയിൽ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വലിയ എംഫസിസ് പവറാ. എല്ലായിടത്തും ചാട്ടവും പവർ 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 പവർ. എവിടെ പോയാലും ഫെസ്റ്റിവൽ ഓഫ് പവർ. പക്ഷേ നിങ്ങൾ അടുത്ത സമയത്തെങ്ങാനും ഒരു നോട്ടീസ് കണ്ടോ? ഫെസ്റ്റിവൽ ഓഫ് ഹോളിനെസ് എന്ന്, വിശുദ്ധിയുടെ ഉത്സവം എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പവറല്ല, നമ്മുടെ സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഹോളിനെസ് ആണ്. വിശുദ്ധി ഉണ്ടെങ്കിൽ ശക്തി ഉണ്ടാകും. വിശുദ്ധിയില്ലാത്ത ശക്തി ഭയങ്കര അപകടമാണ്. ഇന്നെല്ലാവരും ശക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, വിശുദ്ധിയില്ല, അത് വലിയ അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എലീശായുടെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയാകുന്നത്. അവനെക്കുറിച്ച് ശൂന്യക്കാരത്തി പറയുന്നു, ഇവൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. കേൾക്കാൻ നല്ല സുഖമാണ്. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ, വിശുദ്ധയായ ഒരു ദൈവ വനിത എന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എലീശായുടെ ജീവിതം അസാമാന്യമായ ഡിസിപ്ലിനുള്ള ഒരു ജീവിതമായിരുന്നു. അവൻ്റെ ചെറിയ പ്രായം മുതൽ അവൻ ഭക്തനായിട്ട് ജീവിച്ചു. അവൻ മോഹങ്ങൾക്ക് അതീതനായിട്ട് ജീവിച്ചു. അവൻ്റെ സമ്പത്ത്, അവന് സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ സമ്പത്ത് അവനെ ഇൻഫ്ലുവൻസ് ചെയ്തില്ല. അവൻ ലേസി ഫെലോ അല്ലായിരുന്നു. അവൻ്റെ പാടത്ത് അധ്വാനിക്കുമ്പോഴാണ് ദൈവം അവനെ വിളിക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു ലേസി ജീവിതമാണെങ്കിൽ ദൈവത്തിന് നമ്മളെ വിളിക്കാൻ കഴിയത്തില്ല. തന്നെയല്ല, ദൈവത്തിൻ്റെ വിളി കേട്ടപ്പോൾ അവൻ കാളയും കലപ്പയും വസ്തുവും അപ്പനും അമ്മയും എല്ലാം മറന്നു. പിന്നീട് അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പോകാൻ തയ്യാറായി. മടങ്ങി വരത്തില്ല എന്ന് സമൂഹത്തോട് പറയേണ്ടതിന് അവൻ്റെ കാളകളെ അറുത്ത് ഒരു വലിയ മിഷനറി ഫീസ്റ്റ് ഉണ്ടാക്കി. ഹല്ലേലൂയ. എന്നിട്ടാണ് അവൻ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത്. കാരണം എൻ്റെ ഈ പണി എനിക്കിനി വേണ്ട, കാര്യം ഇതിനേക്കാൾ വലിയൊരു പണി എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളോട് അവൻ പറയുകയാണ്. ഒരു വലിയ മിഷനറി ഫീസ്റ്റ്. മടങ്ങി വരത്തില്ല എന്നവൻ ഉറപ്പ് പറയുകയാണ്. അവൻ എലീശായുടെ കീഴിലുള്ള അസാമാന്യമായ ട്രെയിനിങ് ഒരിക്കലും അവൻ വിട്ടുകളഞ്ഞില്ല. ഒരുപക്ഷെ ആർക്കും വിട്ടുകളയാൻ സാധ്യതയുള്ളതായ ഒരനുഭവമായിരുന്നു. എലീശായെ പോലൊരു വ്യക്തി അല്ലാതെ ആരും ഏലിയാവിൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഏലീശായുടെ ശിഷ്യൻ ആരാണ് നമുക്കറിയാം, ഗേഹസി എങ്ങാനും ഏലിയാവിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് നിൽക്കത്തില്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം എന്താ ഇവിടെ സംഭവിക്കുന്നത്. ഏലിയാവിൻ്റെ എല്ലാ റഫ് ആൻഡ് ടഫ് ലൈഫിലും അവൻ കൂടെ നിന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഏലീശ പണിയപ്പെടുകയാണ്. അവൻ പെർസിസ്റ്റ് ചെയ്തു. അവൻ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, സംഘടനയുടെ പ്രസിഡന്റ് ആകാനല്ല. അവൻ ആഗ്രഹം ഉണ്ടായിരുന്നത് ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക്. ഏലിയാവിൻ്റെ തലമുറയിൽ ഏലിയാവ് ദൈവത്തെ പ്രതിനിധീകരിച്ചുവെങ്കിൽ എൻ്റെ തലമുറയിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ഞാനായിരിക്കും. പ്രിയമുള്ളവരെ, നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ തീരുമാനം അതാണ്. എൻ്റെ തലമുറയിൽ, എൻ്റെ നാട്ടിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ഞാനായിരിക്കും. അത് വെറുതെ പറ്റുന്ന കാര്യമല്ല. ഇഫ് യു സീ ആൻ ഓപ്പൺ ഹെവൻ, ഹോൾഡ് ഇറ്റ്. നീ ഒരു തുറന്ന സ്വർഗം കാണുന്നെങ്കിൽ അതിനെ പിടിച്ചോ. അങ്ങനെ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെ പ്രതിനിധിയാകാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം ദൈവത്തിൻ്റെ പ്രതിനിധിയുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ദൈവം എല്ലാവരെയും ഇത് പിടിച്ചേൽപ്പിക്കത്തില്ല. അവൻ്റെ പേര് കളയുന്ന ഒരാളെ ഇത് ഏൽപ്പിക്കാൻ അവന് മനസ്സില്ല. അതുകൊണ്ട് ഇന്ന് ഒരു തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലിരിക്കുവാൻ മനസ്സുള്ളവരാണെങ്കിൽ ദൈവം തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു പദവിയെ നൽകും. പക്ഷേ അത് ഭയങ്കര ജാഗ്രതയോടെ നോക്കിയിരിക്കേണ്ട കാര്യമാണ്. ലോകത്തിൻ്റെ പണത്തിൻ്റെ കിലുക്കം കേൾക്കുന്നവൻ വസ്ത്രത്തിൻ്റെയും ഫാഷൻ്റെയും പണത്തിൻ്റെയും പദവികളുടെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ അതിലേക്കൊക്കെ കണ്ണുകൾ പോകുന്നവന് തുറന്ന സ്വർഗത്തിന് വേണ്ടി കണ്ണുകൾ തുറന്നിരിക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തുറന്ന സ്വർഗത്തിൽ നിന്ന് കണ്ണു പറിക്കാത്ത ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന എലീശ, അവൻ ചെയ്യുന്ന ശുശ്രൂഷകൾ, അവൻ സാന്ത്വനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു, അവൻ ന്യായവിധിയുടെ ശുശ്രൂഷകൾ ചെയ്യുന്നു. പക്ഷെ അവൻ ജനങ്ങൾക്ക് അടുത്തുള്ളവനായിരുന്നു. ജാട കാണിക്കുന്നവനല്ല. പണം അവനെ ബാധിച്ചിട്ടില്ല, ധനം അവൻ സമ്പാദിച്ചിട്ടില്ല. ഹി വാസ് ലിവിങ് എ സിമ്പിൾ ലൈഫ്. അവൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ പണത്തിന് വേണ്ടി കൈനീട്ടിയില്ല. പണം അവൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്തിട്ടും അത് ദൈവനാമത്തിന് അപമാനമാകുമെന്ന് ചിന്തിച്ച് അവനത് ഏറ്റെടുത്തില്ല. പണത്തിൻ്റെ പിന്നാലെ പോകുന്നവന് ഒരു ആത്മീയ കുഷ്ഠം കൂടെ കിട്ടുമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ധനം സമ്പാദിക്കാൻ അതിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തികൾ ആത്മാവിൻ്റെ സ്പർശനം ഏൽക്കാൻ കഴിവില്ലാത്തവരായി, സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടവരായി തീരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദ്രവ്യം സമ്പാദിപ്പാനും പണം സമ്പാദിപ്പാനും ആടുമാടുകളെ ഉണ്ടാക്കുവാനും ദാസീദാസന്മാരെ ഉണ്ടാക്കുവാനും ഇതാകുന്നുവോ സമയം?
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവം നമ്മളെ എന്ത് ഫലമേൽപ്പിച്ചിരിക്കുന്നോ അത് ചെയ്യുവാനുള്ള വലിയ ഒരു ചിന്ത, ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാൽ അശുദ്ധിയോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരിക്കരുത്. നയമാൻ വന്ന് നിന്നപ്പോൾ അവൻ പുറത്തിറങ്ങി പറഞ്ഞില്ല ഒരു കാര്യവും, പ്രതിഗ്രഹം കൈക്കൊള്ളാൻ അവൻ തയ്യാറായില്ല. 3 രാജാക്കന്മാരുടെ കാല് പിടിച്ചിട്ട് അവൻ പറയുന്നത്, ഈ യഹോശാഫാത്തിന്റെ മുഖം ആദരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ നോക്കുക പോലുമില്ലായിരുന്നു. സ്വന്തം രാജാവിനോടാണ് പറയുന്നത്. അവനെ കൊല്ലാൻ അധികാരമുള്ള വ്യക്തി, പക്ഷെ അവന് പേടിയില്ലായിരുന്നു. അരാം സൈന്യം അവനെ പിടിക്കാൻ വന്നപ്പോൾ അവന് പേടിയില്ലായിരുന്നു. അവൻ ഭയരഹിതനായിരുന്നു. കാര്യം അവൻ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ജീവിക്കുന്നത് അവൻ അറിയാമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ തുറന്ന സ്വർഗത്തിന്റെ കീഴിലിരിക്കാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കണം. എന്നാലേ നമുക്ക് അവനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ബാക്കി ഉണ്ടാവുകയുള്ളൂ. അവൻ ജനങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിരുന്ന സമയത്തും അവൻ ദൈവത്തിനും അതുപോലെ തന്നെ അപ്രോച്ചബിൾ ആയിരുന്നു. അവൻ ദൈവത്തിന്റെ തുറന്ന സ്വർഗം, ആ ഹോട്ട് ലൈൻ അവൻ എപ്പോഴും സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ അവൻ അവൻ്റെ സാമ്രാജ്യം പണിയാനല്ല നോക്കിയത്, ദൈവരാജ്യം പണിയാനാണ്. ഏലിയാവിനെ ഫലമേൽപ്പിച്ച ജോലി പോലും ചെയ്യാൻ അവന് മടിയില്ലായിരുന്നു. കാര്യം അവൻ അവന് വേണ്ടി അല്ല ജീവിച്ചത്. ഹി വാസ് എ മാൻ ഹു വാസ് ലിവിങ് ഫോർ അതേഴ്സ്. യേശു കർത്താവ് ഹി വാസ് എ മാൻ ഹു വാസ് ലിവിങ് ആൻഡ് ഡൈയിങ് ഫോർ അതേഴ്സ്. നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത് നമുക്ക് വേണ്ടി ജീവിക്കുകയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. എലീശ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ് അവൻ വിശുദ്ധനായി തീരുന്നത്. ഏറ്റവും ഒടുവിൽ അവൻ്റെ ഇൻഫ്ലുവൻസ്. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റിയേക്കും, നല്ല കാര്യം. പക്ഷെ പ്രവർത്തനത്തിനും അപ്പുറത്താണ് നമ്മൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. എത്ര പേര് നമ്മളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഇന്ന് രാത്രിയിൽ എലീശായുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? എലീശ അവൻ്റെ ഏറ്റവും ചെറിയ പ്രായം മുതൽ ഭക്തനായിട്ട് ജീവിക്കാൻ പരിശ്രമിച്ചു. എന്നാൽ അവൻ്റെ മനസ്സിൽ കിടന്നിരുന്ന ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ തലമുറയിൽ എനിക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കണം. എത്ര പേർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവശ്യപ്പെടും? എത്ര പേര് ആവശ്യപ്പെടും, കർത്താവേ ഈ തലമുറയിൽ, എൻ്റെ തലമുറയിൽ നിന്നെ പ്രതിനിധീകരിക്കുന്നവനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ പ്രതിനിധീകരിക്കുന്നവളാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്റെ അംബാസഡർ ആകാൻ ആഗ്രഹിക്കുന്നു. അത് ചെറിയ കാര്യമല്ല, പ്രയാസമുള്ള കാര്യമാകുന്നു നീ ചോദിച്ചത്. ഇഫ് യു സീ ആൻ ഓപ്പൺ ഹെവൻ, അല്ലാതെ പറ്റത്തില്ല. തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലിരിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ലോകത്തിലേക്ക് കണ്ണുകൾ ഓടിച്ചു നടക്കുന്നവന് ദൈവത്തിൻ്റെ പ്രതിനിധിയാകാൻ കഴിയത്തില്ല. പണം കണ്ട് കൊതിക്കുന്നവന് ദൈവത്തിൻ്റെ പ്രതിനിധിയാകാൻ കഴിയത്തില്ല. മോഹങ്ങളിൽ ജീവിക്കുന്നവന് ദൈവത്തിൻ്റെ പ്രതിനിധിയാകാൻ കഴിയത്തില്ല. നിങ്ങൾ തയ്യാറാണോ സ്വർഗത്തിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തി നിൽക്കുവാൻ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന സ്വർഗത്തിൻ്റെ ആ സ്വർഗത്തിലേക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രതിനിധിയായി ജീവിക്കാൻ പറ്റും. ഒരു വലിയ സ്ട്രെയിൻ ചെയ്ത്, അത് വളരെ അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു ഭയങ്കര ഒരു ഡിസിപ്ലിനാണ്. എൻ്റെ കണ്ണുകൾ ലോകത്തിൻ്റെ ഒരു കാര്യങ്ങളിലേക്കും പോകാതെ സ്വർഗവുമായിട്ട് ഹോട്ട് ലൈൻ സൂക്ഷിക്കുന്ന ഒരു സ്റ്റേജ്. അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എങ്കിൽ പറഞ്ഞാൽ മതി, കർത്താവെ നിന്റെ പ്രതിനിധിയാകണമെന്ന്. കർത്താവെ ഒരു തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ലോകത്തിലേക്ക് കണ്ണുകൾ കളയാതെ, ഓടിക്കാതെ, സ്വർഗത്തിലേക്ക് മാത്രം കണ്ണുകൾ ഓടിച്ചുകൊണ്ട് നിന്നെ പ്രതിനിധീകരിക്കുന്ന, നിന്റെ പ്രതിനിധിയായി ഈ തലമുറയിൽ നിന്നെ പ്രതിനിധീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് എത്ര പേര് പറയും? പ്രയാസമുള്ള കാര്യമാകുന്നു നീ ചോദിക്കുന്നത്. കാരണം തുറന്ന സ്വർഗത്തിന്റെ കീഴിലിരിക്കുന്നവന് മാത്രമേ പ്രവാചകനാകാൻ കഴിയത്തുള്ളൂ. സ്വർഗവുമായിട്ടുള്ള ഒരു ഹോട്ട് ലൈൻ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അവന്റെ പ്രതിനിധിയാകുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പറയാമോ, കർത്താവേ തുറന്ന സ്വർഗത്തിന്റെ കീഴിലിരിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വാ തുറന്ന് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ കർത്താവിനോട് പറ, കർത്താവേ നിന്റെ തുറന്ന സ്വർഗത്തിന്റെ കീഴിലിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ ഈ തലമുറയിൽ നിന്നെ പ്രതിനിധീകരിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. കർത്താവേ എന്റെ കണ്ണുകൾ ഇനി ലോകത്തിലേക്കല്ല, എന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്ക്. എന്റെ കണ്ണുകൾ ഇതിന്റെ ലോകത്തിന്റെ മോഹങ്ങളിലേക്കല്ല, പണത്തിലേക്കല്ല, കസേരയിലേക്കല്ല, തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്ക്. എന്റെ കണ്ണുകൾ എന്റെ ചുറ്റുപാടുമുള്ളവരുടെ ഫാഷനിലേക്കല്ല, എന്റെ കണ്ണുകൾ കർത്താവേ തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്ക്. എന്റെ കണ്ണുകൾ മറ്റുള്ളവരുടെ ആ ആർഭാടകരമായ ജീവിതത്തിലേക്കല്ല, എന്റെ കണ്ണുകൾ മോഹങ്ങളിലേക്കല്ല, എന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്ക്. കർത്താവേ നിന്നെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം, ആത്മാവിന്റെ ഇരട്ടി പങ്ക്, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതെനിക്ക് തരണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.